ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് മാത്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ കണക്ക് ഒട്ടും അറിയാത്തവർക്ക് പോലും ബേസിക് മുതൽ പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മളൊരു മാത്സ് കോഴ്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേയധികം ക്ലാസ്സുകൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കണക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിശേഷഹരണം. ഒരു സംഖ്യ തന്നിട്ട് അതിനെ നിശേഷം 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിശേഷഹരണമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഡിവിസിബിലിറ്റി ചെക്കിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്ത എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണണം കേട്ടോ. നമ്മൾ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അങ്ങോട്ടാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇതുവരെയും കാണാത്ത ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടതിന് ശേഷം ഇതിലോട്ട് വരിക. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോഴാണ് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സജഷൻസ് എന്തുണ്ടെങ്കിലും അത് കമൻ്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് ആവശ്യം, ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുന്നുണ്ടോ, അങ്ങനെയുള്ള നിങ്ങളുടെ കമൻറ്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് വീഡിയോസ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ മാക്സിമം പേരിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മാത്സ് പഠിക്കാനായിട്ട് താല്പര്യമുള്ള ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അവരിലോട്ടൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുന്നത് 2 കൊണ്ടുള്ള നിശേഷഹരണമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ നിശേഷഹരണം എന്ന് അറിയാത്തവരുണ്ടാവും അല്ലേ? ഈ ഡിവിസിബിലിറ്റി ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറിയാത്തവരുണ്ടാവും. അപ്പോൾ നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമുക്കൊരു നമ്പർ എടുക്കാം. 18 എന്ന് പറയുന്ന ഒരു നമ്പർ, അതിനെ നമുക്ക് 2 കൊണ്ട് ഹരിക്കണം. 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സിമ്പിളായിട്ടുള്ള ഒരു നമ്പർ എടുത്തു. 18നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം 9 2 18. ശിഷ്ടം എന്താണ്? 0 ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ 0 ശിഷ്ടം വരണം. ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ത് വരണം? 0 വരണം. ഓക്കെ, 0 അല്ലാതെ പോയിന്റ് ഒക്കെ വന്നിട്ടുള്ള ആൻസർ ഒന്നും വരാൻ പാടില്ല. കറക്റ്റായിട്ട് നമുക്കൊരു ആൻസർ കിട്ടണം. ശിഷ്ടം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇങ്ങനെ ഹരിക്കുന്നതിനെയാണ് നമ്മൾ നിശേഷം ഹരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ശിഷ്ടം വരാതെ, ശിഷ്ടം 0 ആയിട്ട് വരണം. നമ്മൾ ഹരിക്കുമ്പോൾ വേറെ നമ്പേഴ്സ് ഒന്നും ശിഷ്ടമായിട്ട് വരാതെ ഹരിക്കുന്നതിനെയാണ് നിശേഷഹരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു നമ്പർ തന്നു. ഇപ്പോൾ 18 ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറയാം, നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാം. 9 തവണ പോകുന്നുണ്ട്. ശിഷ്ടം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇച്ചിരി വലിയ നമ്പർ ആണെന്ന് വിചാരിക്കുക. വലിയ നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം, ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ 6528 ഈ ഒരു നമ്പറിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുക? അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം അവസാനത്തെ നമ്പർ നോക്കുക. തന്നിട്ടുള്ളത് എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ, അതിൻ്റെ അവസാനത്തെ സംഖ്യ നോക്കുക. അവസാനത്തെ സംഖ്യ 0, അതുപോലെ തന്നെ ഇരട്ട സംഖ്യകൾ. എന്തൊക്കെയാണ് ഇരട്ട സംഖ്യകൾ? 2 4 6 8 അല്ലേ? 2 4 6 8 അവസാനത്തെ ഒരക്കമാണ്. അപ്പോൾ ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 2 4 6 8 ഇത്രയാണ് ഒരക്കമുള്ള ഇരട്ട സംഖ്യകൾ അല്ലേ? അപ്പോൾ 2 4 6 8 0 ഇത്രയും നമ്പേഴ്സാണ് അവസാനം വരുന്നതെങ്കിൽ നമുക്ക് ആ മൊത്തം സംഖ്യ എന്ത് ചെയ്യാം? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ, എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, അവസാനം 0യോ ഇരട്ട സംഖ്യകളോ ആണെങ്കിൽ, 2 4 6 8 ആണെങ്കിൽ ആ മൊത്തം സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം? നിശേഷം ഹരിക്കാൻ പറ്റും 2 കൊണ്ട്. ഓക്കെ, 2 കൊണ്ടുള്ള നിശേഷഹരണമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു നമ്പർ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഇതിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? അവസാനത്തെ സംഖ്യ നോക്കുക. അവസാനത്തെ നമ്പർ എത്രയാ? 3 ആണ് അല്ലേ? 3 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആണോ? അല്ല. അപ്പോൾ ഈ മൊത്തം നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. ഈ നമ്പറിനെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം വരും എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി വേറൊരു നമ്പർ നോക്കാം. എത്ര വലിയ നമ്പർ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയ നമ്പറാണ്, നമുക്ക് ഹരിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അവസാനത്തെ ഡിജിറ്റ് നോക്കുക. എത്രയാണ്? 6 ആണ് അല്ലേ? 6 എന്ന് പറയുന്നത് എന്താണ്? ഇരട്ട സംഖ്യയാണ്. സോ ഈ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ 2 കൊണ്ടുള്ള നിശേഷഹരണം ഇത്രയേ ഉള്ളൂ. 2 കൊണ്ട് ഹരിക്കേണ്ട ഏതാണോ നമ്പർ അതിൻ്റെ അവസാനത്തെ സംഖ്യ നോക്കുക. അവസാനത്തെ നമ്പർ 0, 2, 4, 6, 8. ഇപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് 0 ആണ് അവസാനം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ അവസാനം 0 ഇരട്ട സംഖ്യകളോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഒരക്കമാണ് നോക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ മൊത്തം സംഖ്യയും നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അടുത്തത് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നാണ്. അപ്പോൾ 3 കൊണ്ട് നിശേഷം ഹരിക്കുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഇല്ലേ, അതിലെ ഓരോ നമ്പേഴ്സും തമ്മിൽ കൂട്ടുക. ആ കൂട്ടി കിട്ടുന്ന ഉത്തരം 3ന്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് ആ മൊത്തം സംഖ്യയും 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. എന്താണ് ഞാൻ പറഞ്ഞത്? ഇപ്പം നോക്കുക, അവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 321 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു നമ്പറിൽ ഓരോ നമ്പറും തമ്മിൽ കൂട്ടുക. അതായത് 3, 2, 1 അല്ലേ? 3 + 2 + 1 ചെയ്യുക. എത്ര കിട്ടും? 3, 2, 5, 1, 6. കൂട്ടിക്കിട്ടിയ ഉത്തരം 6 ആണ്. ഈ 6 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണോ? 3ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ എന്താണ്? 3ന്റെ ടേബിളിൽ അത് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു 3, 3, 2, 3, 6 അല്ലേ? അപ്പോൾ 3ന്റെ ഗുണിതമാണ് 6. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? മൊത്തമായിട്ട് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? തന്നിരിക്കുന്ന നമ്പർ എടുക്കുക, അതിലെ ഓരോ നമ്പേഴ്സും നമ്മൾ ആഡ് ചെയ്യുക. കിട്ടുന്ന ഉത്തരം 3ന്റെ ഗുണിതമാണെങ്കിൽ ആ മൊത്തം സംഖ്യയും നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എടുക്കാം. 751 ഇങ്ങനൊരു എക്സാമ്പിൾ ഉണ്ട്. നോക്കാം, ഈ ഒരു നമ്പറിനെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കണോ എന്ന് ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെയ്യണം? ഇതെല്ലാം കൂടെ കൂട്ടാം. 7ഉം 5ഉം എത്രയാണ്? 12. 12ഉം 1ഉം 13. കൂട്ടിക്കിട്ടുന്ന ഉത്തരം എത്രയാ? 13. 13 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണോ? 3ന്റെ ടേബിളിൽ 13 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ മൊത്തം നമ്പറിനെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ഇനി അടുത്ത വലിയൊരു നമ്പർ എടുത്ത് നോക്കാം. ഇപ്പം ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതെല്ലാം കൂടെ കൂട്ടാം. 6, 4, 8 648 ആണ്. ഇതിന് നമ്മൾ കൂട്ടുമ്പോൾ 6ഉം 4ഉം 10. 10ഉം 8ഉം എത്രയാണ്? 18 അല്ലേ? 18 എന്ന് പറയുന്നത് എന്താണ്? 3ന്റെ ഗുണിതമാണ്. ഇനി ഇതിനെ തമ്മിൽ കൂട്ടിയാലും എന്ത് കിട്ടും? 8ഉം 1ഉം കൂടെ കൂട്ടിയാൽ 9 ആണ് കിട്ടുക അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കൂട്ടി കിട്ടുന്ന ഉത്തരം എന്താണ്? 3ന്റെ ഗുണിതമാണ്. അപ്പോൾ നമുക്ക് ഈ മൊത്തം നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ 3ന്റെ നിശേഷഹരണം ചെക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ്? തന്നിരിക്കുന്ന നമ്പർ എടുക്കുക. ഇപ്പം എത്ര വലിയ നമ്പറോ ആയിക്കോട്ടെ, ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ കൂട്ടാം. 7ഉം 5ഉം 12. 12ഉം 1ഉം 13. 13ഉം 4ഉം 17ഉം 3ഉം 20. കൂട്ടിക്കിട്ടിയത് എത്രയാണ്? 20. 20 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ ഈ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ തന്നിരിക്കുന്ന നമ്പേഴ്സിലെ ഓരോ നമ്പറും തമ്മിൽ നമ്മൾ കൂട്ടുക. കൂട്ടിക്കിട്ടുന്ന ഉത്തരം 3ന്റെ ഗുണിതമാണെങ്കിൽ ആ മൊത്തം സംഖ്യയും നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാം. അടുത്തത് 4ന്റെ നിശേഷഹരണമാണ്. ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് അതിനെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് നോക്കിയാൽ മതി? അവസാനത്തെ 2 അക്കം നോക്കുക. അവസാനത്തെ 2 അക്കം നോക്കുക. ആ 2 അക്കം 0യോ 2 അക്കം കേട്ടോ, അവസാനത്തെ 2 അക്കം 0യോ 4ന്റെ ഗുണിതമോ ആണെങ്കിൽ, ഓക്കെ, അവസാനത്തെ 2 അക്കം 0യോ 4ന്റെ ഗുണിതമോ ആണെങ്കിൽ നമുക്ക് ആ മൊത്തം സംഖ്യയും എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. 800 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അവസാനത്തെ 2 അക്കം നോക്കുക. എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മുടെ നിയമം എന്താണ്? അവസാന 2 അക്കം 0 അല്ലെങ്കിൽ 4ന്റെ ഗുണിതം. അങ്ങനെയാണെങ്കിൽ എന്താണ്? 4 കൊണ്ട് ഹരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 2 അക്കം 0 ആണല്ലേ? അവസാനത്തെ 2 അക്കം 0 ആണ്. സോ ഈ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇനി വേറെ വലിയൊരു നമ്പർ നോക്കാം. ഇങ്ങനെ
ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കാം. ഇത്രയും വലിയൊരു നമ്പർ ഉണ്ട്. ഇതിനെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? അവസാനത്തെ 2 ഡിജിറ്റ് നോക്കാം. എത്രയാണ്? 32. ഈ 32 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുക. 4ന്റെ ഗുണിതമാണോ എന്നറിയാൻ 4ന്റെ ടേബിൾ ചൊല്ലി നോക്കാം. 4 8 32 ആണ് അല്ലേ? അപ്പൊ 4ന്റെ ഗുണിതമാണല്ലോ 32 എന്ന് പറയുന്നത്. സോ ഈ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തതൊന്ന് നോക്കാം. ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ മൊത്തം നമ്പർ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെ ചെക്ക് ചെയ്യണം? അവസാനത്തെ 2 അക്കം നോക്കുക. 12. 12 എന്ന് പറയുന്നത് 4ന്റെ എന്താണ്? ഗുണിതമാണ്. 4 3 12 ആണ് അല്ലേ? അപ്പൊ 4ന്റെ ഗുണിതമായതുകൊണ്ട് തന്നെ ഈ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് നിശേഷം ഹരിക്കാം. ഓക്കെ, അപ്പോൾ 2 0 അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കം എന്താണ്? 4ന്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് ആ മൊത്തം നമ്പറിനെയും എന്ത് ചെയ്യാം? 4 കൊണ്ട് നിശേഷം ഹരിക്കാം. അടുത്തത് 5 കൊണ്ടുള്ളതാണ് കേട്ടോ. ഒരു നമ്പറിനെ 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? അത് വളരെ ഈസിയാണ്. അവസാനത്തെ അക്കം 5ഓ 0യോ ആണെങ്കിൽ ആ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. തന്നിരിക്കുന്നത് എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ, അവസാനത്തെ അക്കം നോക്കുക. ഒന്നുകിൽ 5 അല്ലെങ്കിൽ 0. ഇതിൽ ഏതാണെങ്കിലും 5 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിശേഷം ഹരിക്കാൻ പറ്റും. നിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഷ്ടം വരാതെ നമുക്ക് ഹരിക്കാൻ പറ്റും. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്. ഇത്രയും വലിയ നമ്പറാണ്. 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? അവസാനത്തെ നമ്പർ 0 ആണ് അല്ലേ? അപ്പോൾ അവസാനത്തെ നമ്പർ 0 ആണെങ്കിൽ എന്താണ്? 5 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ ഈ മൊത്തം നമ്പറിനെ നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇനി വേറൊരു നമ്പർ നോക്കാം. ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കാം. ഈ മൊത്തം നമ്പർ 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെ ചെക്ക് ചെയ്യണം? അവസാനത്തെ നമ്പർ നോക്കുക. എത്രയാണ്? 5. അവസാനത്തെ നമ്പർ 5ഓ അല്ലെങ്കിൽ 0ഓ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് നിശേഷം ഹരിക്കാം. സോ ഈ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇത്രയേ ഉള്ളൂ. അവസാന നമ്പർ 0 ആവണം അല്ലെങ്കിൽ 5 ആവണം. അങ്ങനെയാണെങ്കിൽ ആ മൊത്തം സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് നിശേഷം ശിഷ്ടം വരാതെ നമുക്ക് ഹരിക്കാൻ വേണ്ടി പറ്റും. അടുത്തത് 6 കൊണ്ടുള്ള നിശേഷ ഹരണമാണ്. ഒരു സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അപ്പോൾ 6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 × 3 ആണ് 6 അല്ലേ? അപ്പോൾ ഇവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ 2 കൊണ്ട് എങ്ങനെയാണ് നിശേഷം ഹരിക്കുന്നതെന്ന് പഠിച്ചു. 3 കൊണ്ട് എങ്ങനെയാണ് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു. ആ 2 നിയമങ്ങളും ഇവിടെ പാലിക്കുന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 6 കൊണ്ട് നിശേഷം ഹരിക്കാം. അതായത് തന്നിരിക്കുന്ന സംഖ്യയിൽ 2ന്റെ നിശേഷ ഹരണത്തിന്റെ നിയമം വേണം. അതായത് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? അവസാനത്തെ ഡിജിറ്റ് അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് 0യോ 2ഓ 4 6 8 ഇതിലേതെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ മൊത്തം നമ്പറിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം അല്ലെ? ഇരട്ട സംഖ്യകളോ 0യോ അവസാനം വന്നു കഴിഞ്ഞാൽ മൊത്തം സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അതാണ് 2ന്റെ റൂള്. ഇനി 3ന്റെ എന്താണ്? 3 എന്ന് പറയുന്നതിന് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാൻ എന്താണ് നമ്മൾ പറഞ്ഞത്? ആ തന്നിരിക്കുന്ന നമ്പറിന്റെ നമ്പേഴ്സ് എല്ലാം തമ്മിൽ കൂട്ടുക. ഇപ്പം ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം കൂടെ കൂട്ടി അല്ലേ? 3 2 + 1 കൂട്ടി കിട്ടുന്ന നമ്പർ 3ന്റെ ഗുണിതമാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും 3 കൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് പറഞ്ഞത്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. മനസ്സിലായോ? ഈ 2 റൂളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ നമുക്ക് 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് എടുക്കാം. ഇപ്പം ഞാനിങ്ങനെ കുറച്ച് നമ്പേഴ്സ് എഴുതുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ നമ്പർ 18. 18 എന്ന് പറയുന്ന നമ്പറിനെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം? 2 കൊണ്ട് പറ്റുന്നുണ്ടോ നോക്കണം, 3 കൊണ്ടും പറ്റുന്നുണ്ടോ നോക്കണം. അപ്പോൾ 18 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് പറ്റുമെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അവസാനത്തെ ഡിജിറ്റ് നോക്കിയാൽ മതി. 0മോ ഇരട്ട സംഖ്യയോ? 8 എന്ന് പറയുന്നത് എന്താണ്? ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 2 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നിശേഷം ഹരിക്കാം. ഇത് സാറ്റിസ്ഫൈ ചെയ്തു, 2ന്റെ കാര്യം സാറ്റിസ്ഫൈ ചെയ്തു. ഇനി 3ന്റെ എന്താണ്? 3 കൊണ്ടും പറ്റുമെന്ന് നോക്കണം. 3 കൊണ്ട് പറ്റുമെന്ന് അറിയാൻ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുക. കൂട്ടി കിട്ടുന്ന ഉത്തരം 3ന്റെ ഗുണിതമാവണം അല്ലേ? അപ്പോൾ 18 എന്ന് പറയുമ്പോൾ അതിൽ മൊത്തം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 8 കൂടെ കൂട്ടുക. 1 8 കൂടെ കൂട്ടി എത്രയാണ്? 9. 9 എന്ന് പറയുന്നത് എന്താ?
3ന്റെ ഗുണിതമാണ് അല്ലേ? അപ്പോൾ 3 കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നിശേഷം ഹരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ 2 ഇതും സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് ഈ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ, 2 കൊണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അവസാന അക്കം 8 ആണ്, ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇനി 8 ഒന്നും കൂടെ കൂട്ടിയപ്പോൾ 9. 9 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണ്. അപ്പോൾ നമുക്ക് 3 കൊണ്ടും നിശേഷം ഹരിക്കാം. 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ ആയതുകൊണ്ട് ഈ മൊത്തം സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം? 6 കൊണ്ടും നിശേഷം ഹരിക്കാം. മനസ്സിലായല്ലോ? ശിഷ്ടം വരാതെ ഹരിക്കാൻ പറ്റും അല്ലേ? 18നെ നമുക്കറിയാം 2 9 18 ആണ്. അപ്പോൾ നമുക്ക് 2 വെച്ചിട്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്താണ്? 9 ആണ് കിട്ടുക. അപ്പോൾ നിശേഷം ഹരിക്കാൻ പറ്റും. ഇനി 3 വെച്ചിട്ടാണെങ്കിലോ 3ന്റെ നമുക്കറിയാം 6 3 18 ആണ് അല്ലേ? അപ്പോൾ 3 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് 6 കിട്ടും ഉത്തരം. അതും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതും നമുക്കറിയാം. അപ്പോൾ ഇത് കറക്റ്റാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത നമ്പർ 20 ആണ്. 20 നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 2ന്റെ നിശേഷഹരണം ചെക്ക് ചെയ്യണം. 2ന്റെ നിശേഷഹരണം എന്താണ്? അവസാന അക്കം 0 ആവണം, അല്ലെങ്കിൽ എന്താവണം? 3ന്റെ ഗുണിതം ആവണം അല്ലേ? 3ന്റെ, അതായത് സംഖ്യകളെല്ലാം കൂടെ കൂട്ടി കിട്ടുമ്പോൾ 3ന്റെ ഗുണിതം ആവണം. അപ്പോൾ 2ന്റെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തേത് 2ന്റെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 2ന്റെ ചെക്ക് ചെയ്യുമ്പോൾ അവസാന ഡിജിറ്റ് നോക്കുക, 0 ആണ്. അപ്പോൾ 0 ആയതുകൊണ്ട് ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 2 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാം. ഇനി 3 കൊണ്ട് നിശേഷം ഹരിക്കാം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത്? ആ തമ്മിലുള്ള നമ്പേഴ്സ് തമ്മിൽ കൂട്ടുക. 2ഉം 0 കൂടെ കൂട്ടുക. 2ഉം 0 കൂടെ കൂട്ടി എന്താ? 2. ഈ 2 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണോ? അല്ല. അപ്പം നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. അപ്പം നമുക്കിതിനെ മൊത്തം 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം 2ന്റെയും 3ന്റെയും കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇതിനെ മൊത്തമായിട്ട് നമുക്ക് 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഈ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. 2 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലേ? 1 മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അടുത്തത് 726. ഇതെങ്ങനെ ചെക്ക് ചെയ്യാം? ആദ്യത്തെ അവസാനത്തെ നമ്പർ നോക്കുക, 6 ആണ്, ഇരട്ട സംഖ്യയാണ്. സോ 2 കൊണ്ട് എന്ത് ചെയ്യാം? നിശേഷം ഹരിക്കാം. ഒരു കണ്ടീഷൻ ശരിയായി. അടുത്ത കണ്ടീഷൻ എന്താണ്? 3ന്റെ ചെക്ക് ചെയ്യണം. എല്ലാ നമ്പേഴ്സും കൂടെ കൂട്ടുക അല്ലേ? 7ഉം 2ഉം 9, 9ഉം 6ഉം 15. 15 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണോ? ആണ് അല്ലേ? 5 3 15 ആണ്. അപ്പോൾ 3ന്റെ ഗുണിതം ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാം. 2 കൊണ്ടും നിശേഷം ഹരിക്കാം, 3 കൊണ്ടും നിശേഷം ഹരിക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മൊത്തം സംഖ്യയെ 6 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അടുത്ത നമ്പർ 315. 315 എന്ന് പറയുമ്പോൾ അവസാന ഇത് നോക്കി, അവസാനത്തെ അക്കം 5 ആണ്. 5 എന്ന് പറയുന്നത് ഒരൊറ്റ സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ തന്നെ പറ്റില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തേത് ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. 2ഉം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ തന്നെ തെറ്റായതുകൊണ്ട് ഈ സംഖ്യ മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 6 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ 6ന്റെ നിശേഷഹരണം. 2ന്റെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, 3ന്റെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ 6 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റത്തുള്ളൂ. അടുത്തത് 7ന്റെ നിശേഷഹരണമാണ്. തന്നിരിക്കുന്ന നമ്പറിനെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ തന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യണം? നമ്മൾ നിശേഷഹരണം ചെക്ക് ചെയ്യണമെങ്കിൽ 7 കൊണ്ടാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ അവസാനത്തെ സംഖ്യ എടുക്കുക, അവസാനത്തെ സംഖ്യയുടെ ഇരട്ടി എടുക്കുക, അവസാനത്തെ സംഖ്യയുടെ ഇരട്ടി എടുക്കുക. അപ്പോൾ ഇവിടെ 1 ആണ്, 1ന്റെ ഇരട്ടി എത്രയാണ്? 2 അല്ലേ? ആ 2നെ കുറയ്ക്കുക. ഏതിൽ നിന്നാണ്? ഇവിടെ ബാക്കി കിടക്കുന്ന നമ്പർ ഇല്ലേ 65, ആ 65ൽ നിന്നും കുറയ്ക്കുക. എന്താണ് ചെയ്തത്? അവസാനത്തെ നമ്പർ എടുത്തു, അതിൻ്റെ ഇരട്ടി എടുത്തു. 1 ആണ് അവസാനം, അതിൻ്റെ ഇരട്ടി 2. ആ 2നെ ഇപ്പുറത്ത് കിടക്കുന്ന 65ൽ നിന്നും കുറയ്ക്കുക. 65ൽ നിന്നും -2 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 63. ഈ കിട്ടുന്ന നമ്പർ 2 അക്ക സംഖ്യ വരെ ഇത് തുടർന്ന് പോകണം കേട്ടോ. ഇനി കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അടുത്തത് ചെയ്യുക, അതിൻ്റെ അടുത്തതിൻ്റെ ഇരട്ടി എടുക്കുക, ഇപ്പുറത്തുള്ളത് കുറയ്ക്കുക. അങ്ങനെ ചെയ്ത് 2 അക്ക സംഖ്യ എത്തുമ്പോൾ അവിടെ നിർത്തുക. ഈ കിട്ടുന്ന 2 അക്ക സംഖ്യ 7ന്റെ ഗുണിതമാണെങ്കിൽ ആ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? 7 കൊണ്ട് നിശേഷം ഹരിക്കാം. അതാണ് നമ്മുടെ വഴി. ഓക്കെ, അപ്പോൾ ഇവിടെ 63 നമുക്ക് കിട്ടിയത്. 1 എടുത്തു, 1ന്റെ ഇരട്ടി 2, 65ൽ നിന്ന് 2 കുറച്ചു 63. 63 എന്ന് പറയുന്നത് 7ന്റെ ഗുണിതമാണോ? ആണ് അല്ലേ? 9 7 63 ആണ്.
സോ ഈ മൊത്തം നമ്പർ എന്ന് പറയുന്നത് അതായത് 651നെയും നമുക്ക് എന്ത് ചെയ്യാം, 7 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇനി വേറൊരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം, ഇങ്ങനൊരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു നമ്പറിനെ നമുക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുക? അവസാനത്തെ സംഖ്യ എടുക്കുക, 1 ആണ് അല്ലേ, ആ 1ൻ്റെ ഇരട്ടി എടുക്കുക 2. ആ 2ൽ നിന്നും ഇത് 2ൽ നിന്നല്ല, ഈ പറയുന്ന നമ്പറിൽ നിന്ന് 2 കുറയ്ക്കുക. 432ൽ നിന്നും 2 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 432 2 പോയി കഴിഞ്ഞാൽ 430 എന്ന് കിട്ടും. ഇനി വീണ്ടും എന്ത് ചെയ്യും, ഇവിടെ 3 അക്ക സംഖ്യയാണ്, 2 അക്ക സംഖ്യ വരുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ അവസാനത്തെ നമ്പർ എത്രയാ? 0. 0യുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താ? 0 തന്നെയാണ്. ഈ കിട്ടുന്ന നമ്പർ 43ൽ നിന്നും 0 കുറച്ച് എത്ര കിട്ടും? 43 തന്നെ കിട്ടും. 43 എന്ന് പറയുന്നത് 2 അക്കമായി. അപ്പോൾ അവിടെ നിർത്തുക. ഇത് 7ൻ്റെ ഗുണിതമാണോ എന്ന് നോക്കുക. 7ൻ്റെ ഗുണിതമാണോ 43? അല്ല. അപ്പോൾ ഈ മൊത്തം നമ്പറും ഇതല്ലാത്തത് കൊണ്ട് ഈ മൊത്തം നമ്പറും എന്തല്ല? 7 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റത്തില്ല. അടുത്തത് 8ൻ്റെ നിശേഷ ഹരണമാണ്. ഏതൊരു സംഖ്യ തന്നാലും അതിനെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുക? അവസാനത്തെ 3 അക്കം നോക്കുക. തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ 3 അക്കം 0യോ 8ൻ്റെ ഗുണിതമോ ആണെങ്കിൽ ആ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ എന്ത് ചെയ്താൽ മതി? അവസാനത്തെ 3 അക്കം നോക്കുക. 3 അക്കം 0 അപ്പോൾ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ 8ൻ്റെ 8 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അല്ലേ നിശേഷം നമുക്ക് ഹരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ മൊത്തം നമ്പറിനെയും 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. 3 അക്കമാണ്, അവസാനം 3 അക്കം 0. അടുത്തത് 8ൻ്റെ ഗുണിതം. അതിന് വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു നമ്പറാണ്. ഇതിനെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ 8 ഇട്ടിട്ട് ഹരിച്ച് നോക്കണം അല്ലേ. അപ്പോൾ ഇത്രയും വലിയ നമ്പർ ഹരിക്കുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ അവസാനത്തെ 3 അക്കം നോക്കുക. എത്രയാണ്? 128. അതിനെ 8 കൊണ്ട് 8ൻ്റെ ഗുണിതമാണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? 128നെ 8 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. ഇതിനേക്കാളും എളുപ്പമല്ലേ. അപ്പോൾ നമുക്ക് 128നെ 8 കൊണ്ട് ഹരിച്ച് നോക്കാം. 1 8 8, 12ൽ നിന്ന് 8 പോയാൽ എത്രയാ? 4. 8 ഇവിടെയുണ്ട്. 6 8 48. അപ്പോൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ 16 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഈ പറയുന്ന 128 8ൻ്റെ എന്താണ്? ഗുണിതമാണ് അല്ലേ. കറക്റ്റായിട്ട് പോകുന്നുണ്ട്. സോ ഈ മൊത്തം നമ്പറും എന്താണ്? 8നെ കറക്റ്റായിട്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും. ഈ മൊത്തം നമ്പറിനെയും 8 കൊണ്ട് കറക്റ്റായിട്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 8ൻ്റെ നിശേഷ ഹരണം ചെക്ക് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? അവസാനത്തെ 3 അക്കം നോക്കുക. അവസാനത്തെ 3 അക്കം 0മോ 8ൻ്റെ ഗുണിതമോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ മൊത്തം സംഖ്യയും 8 കൊണ്ട് നിശേഷം ഹരിക്കാം. അടുത്തത് 9ൻ്റെ നിശേഷ ഹരണമാണ്. തന്നിരിക്കുന്ന സംഖ്യ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മൾ 3ൻ്റെ ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ്. തന്നിരിക്കുന്ന നമ്പേഴ്സിലെ ഓരോ നമ്പറും തമ്മിൽ കൂട്ടുക. കൂട്ടിക്കിട്ടുന്ന ഉത്തരം 9ൻ്റെ ഗുണിതമാണെങ്കിൽ ആ മൊത്തം സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ നോക്കുക ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനൊരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് 9ൻ്റെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെയാണ് നോക്കുക? മൊത്തം നമ്പർ ഓരോ നമ്പറും തമ്മിൽ കൂട്ടുക. 6 1 7, 7 2 9. 9 എന്ന് പറയുന്നത് എന്താണ്? 9ൻ്റെ ഗുണിതമാണ്. സോ ഈ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു നമ്പർ നോക്കാം. ഇങ്ങനൊരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം, വലിയൊരു നമ്പർ ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? ഈ മൊത്തം നമ്പർ തമ്മിൽ കൂട്ടുക. 7 5 12, 12 1 13, 13 2 15, 15 4 19. പറ്റുന്നുണ്ടോ? ഇല്ല. 19 എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ ഈ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് പറ്റുമോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? കൂട്ടി നോക്കുക. 6 4 10, 10 8 18. 18 എന്ന് പറയുന്നത് എന്താണ്? 9ൻ്റെ ഗുണിതമാണല്ലോ. 2 9 18. സോ ഈ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? 9 കൊണ്ട് നിശേഷം ഹരിക്കാം. 3ൻ്റെ ചെയ്ത പോലെ തന്നെയാണ്. നമ്പേഴ്സ് ഇതിൽ ഓരോന്നും തമ്മിൽ കൂട്ടുക. കൂട്ടിക്കിട്ടുന്ന ഉത്തരം 9ൻ്റെ ഗുണിതമാണെങ്കിൽ ആ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? 9 കൊണ്ട് നിശേഷം ഹരിക്കാം.
അടുത്തത് 10ൻ്റെ ആണ്. 10ൻ്റെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അവസാനത്തെ നമ്പർ 0 ആണെങ്കിൽ മാത്രമാണ് 10 കൊണ്ട് നമുക്ക് ആ സംഖ്യ നിശേഷം ഹരിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പം 5ൻ്റെ നമ്മൾ പഠിച്ചു അവസാനം 5ഓ 0യോ വരണമെന്ന് അല്ലേ. 10ൻ്റെ ആണെങ്കിൽ അവസാനം 0 മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ 10, 300 അല്ലെങ്കിൽ ഇത് എത്രയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അവസാനം 0 ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം പറ്റും. ഇതെല്ലാം എന്താണ് അവസാനം 0 വരുന്നതുകൊണ്ട് ഇതെല്ലാം 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ബാക്കിയുള്ള ഏത് നമ്പർ തന്നാലും ഇപ്പം 5 അവസാനം ആയിക്കോട്ടെ, ഓക്കെ 4 അവസാനം ആയിക്കോട്ടെ, ഏത് നമ്പർ വന്നിട്ടും കാര്യമില്ല. അവസാനം 0 മാത്രമാണെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത സംഖ്യകളെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ നിശേഷഹരണം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നിശേഷഹരണം 10 വരെയുള്ള സംഖ്യകളുടെയെങ്കിലും പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള മാത്സ് ക്ലാസ്സുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ ക്ലാസ്സുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് അടുത്തത് കാണാം. താങ്ക്